ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ അറിയുന്നത് കഥകൾ, അനുഭവകഥകൾ പറയുന്നത് പട്ടാമ്പി അടുത്ത് വള്ളൂർ സ്വദേശിയായ മുരളി. ഇദ്ദേഹം കലാമണ്ഡലം വള്ളൂർ മുരളി, കലാമണ്ഡലം മുരളി, വള്ളൂർ മുരളി എന്നൊക്കെ പേരിൽ വാദ്യ ലോകത്തും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലും വളരെ പ്രശസ്തനാണ്. കലാമണ്ഡലത്തിൽ പതിവ് പോലെ തന്നെ എല്ലാ കലാകാരന്മാരെ പോലെ തന്നെ ദീർഘകാലം കഥകളി കൊട്ട് പഠിച്ച് അഭ്യസനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ അദ്ദേഹം അക്കാലത്ത് ഇന്ന് അല്ലെങ്കിൽ ഈ 2025 പ്രചാരത്തിലില്ലാത്തത് ഉള്ളതുപോലെ അക്കാലത്ത് കഥകളി ധാരാളം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മേളം, തായമ്പക എന്നിവയിലേക്ക് മാറി. അങ്ങനെ ആ മേഖലയിൽ ധാരാളം പ്രശസ്തർക്കൊപ്പം മേളം കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ഒപ്പം കൊട്ടാൻ പറ്റിയ അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നിരവധി ക്ഷേത്രങ്ങളിൽ അദ്ദേഹം പ്രമാണി ആയി കൊട്ടി മേളങ്ങൾ, എല്ലാ മേളങ്ങളും അദ്ദേഹം കൊട്ടിയ അനുഭവ കഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. കലാമണ്ഡലത്തിലെ കൃഷ്ണൻകുട്ടിപ്രവാളസൻ മുതൽ കൃഷ്ണൻകുട്ടിപ്രവാളസൻ, ചന്ദ്രപനേശൻ, അച്ചുണ്ണിപ്രവാളസൻ, വാരണാസി തുടങ്ങിയ ആചാര്യന്മാരിലൂടെ പഠിച്ചു വന്ന അദ്ദേഹം കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുപ്രങ്ങോട് പരമേശ്വരൻ്റെ അടുക്കൽ പോയി ക്ഷേത്ര മേളങ്ങൾ, തായമ്പക, അതിലെ പരിശീലനം എന്നിവയൊക്കെ വളരെ വിദഗ്ധമായി ചെയ്ത് തുടർന്ന് ആ മേഖലയിലാണ് അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ അടുത്ത ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ നാട് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എങ്ങനെയും ആ മുരളി, വള്ളൂർ മുരളി, കലാമണ്ഡലം മുരളി എന്ന വാദ്യ കലാകാരനെയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവ ജീവിത കഥകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഗുരുവായൂരപ്പ ഭക്തനായ ഹരീഷ് നമ്പൂതിരി, ഹരീഷ് മേശാന്തി എന്നൊക്കെ പറയാം. ഹരീഷ് നമ്പൂതിരി, ഞങ്ങൾ ഹരീഷ് നമ്പൂതിരി എന്ന അദ്ദേഹത്തെ വളരെ സൗഹൃദമായി വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പദവി ശരിക്ക് എത്രയോ ഉന്നതിയിലാണ്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2 തവണ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ പൂജിക്കാനുള്ള അവസരം ലഭിച്ച ഭാഗ്യവാനാണ്. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒന്നിലധികം തവണ നേടിയ വ്യക്തി കൂടിയാണ് എന്നർത്ഥം. അപ്പോൾ അവിടുത്തെ മേശാന്തിയായി 2 തവണ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഒപ്പം അദ്ദേഹം അതിന് മേശാന്തി ആവുന്നതിന് മുമ്പേയും ധാരാളം കഥകളി അരങ്ങുകൾ കാണാൻ, കലാകാരന്മാരോട് സൗഹൃദം പുലർത്താൻ എപ്പോഴും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഈ മേശാന്തിയായി ഇതിന് ശേഷം ആ കൃത്യനിർവഹണം കഴിഞ്ഞ് പിന്നീടുള്ള കാലവും യാതൊരു വ്യത്യാസവുമില്ലാതെ മുൻപെങ്ങനെയായിരുന്നുവോ അതേ ഭാവത്തിൽ തന്നെ പിൽക്കാലവും അദ്ദേഹം ആ അരങ്ങുകളെ പിന്തുടരാനും കാണാനും കലാകാരന്മാരോട് സൗഹൃദം പങ്കിടാനും താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്നത് എടുത്തു
എടുത്തു പറയേണ്ടതാണ്. ശരിക്കും അത്ര ഒരു വിനയത്തിൻ്റെ ഉദാഹരണമാണ് ശരിക്കും ഈ ഹരീഷ് നമ്പൂതിരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. അപ്പോൾ ഈ കഥകളി ഒക്കെ അറിയുന്നത് കൊണ്ട് ഈ മുരളിയുമായി ധാരാളം അടുപ്പം, മാനസികമായ അടുപ്പമുണ്ട്. അവർ നിരന്തരം മറ്റ് പല മേഖലകളെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. ഈ ഹരീഷിന് അല്പം ചെണ്ടയോട് അല്പം ഭ്രമം കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ വെച്ചാൽ അദ്ദേഹം കൊട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും കൊട്ടാറുണ്ട്. എങ്ങനെയും ആ പണ്ഡിതനായ ഒരു വ്യക്തിയെ നമുക്ക് ഇദ്ദേഹത്തിനോട്, മുരളിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ലഭിച്ചതിലുള്ള സന്തോഷം വളരെയധികമുണ്ട്. രണ്ട് തരത്തിൽ ഈ വ്യക്തികൾ സമാനമായ രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. തൻ്റെ പ്രവർത്തന മേഖല രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് മുരളി എങ്കിൽ എൻ്റെ പ്രവർത്തനവും ആസ്വാദനവും കൊണ്ട് രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ഹരീഷ്. എങ്ങനെയും ഇവർ രണ്ടുപേരെയും ഞാൻ ഈ വൈത്താരിയിലേക്ക് ലഭിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് അവരെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് കേൾക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. എല്ലാ സഹൃദയ കലാകാരന്മാർക്കും കലാസ്വാദകർക്കും വൈത്താരി പരമ്പരയിലേക്ക് സ്വാഗതം. കഥകളി മേള വിഷയത്തിൽ അഗ്രഗണ്യന്മാരിൽ ഒരാളായ ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ആശാൻ തുടങ്ങിവെച്ച കളിമേള സഞ്ചാരം എന്ന പരമ്പര നമ്മളേവരും കണ്ടും കേട്ടും അറിഞ്ഞും ആസ്വദിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഇപ്പോൾ വായ്ത്താരി എന്നൊരു പുതിയ പരമ്പര, മേളസഞ്ചാരത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു പുതിയ പരമ്പര തുടങ്ങി വച്ചിരിക്കുകയാണ്. കഥകളി മേളസഞ്ചാരം, കളിമേള സഞ്ചാരത്തിൽ കഥകളി മേളത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് എങ്കിൽ വായ്ത്താരി എന്ന ഈ പരമ്പരയിൽ കളിമേളം കൈകാര്യം ചെയ്യുന്ന, കഥകളി മേളവും ചെണ്ട വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഓരോ കലാകാരന്മാരെക്കുറിച്ചുമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇന്ന് ഈ വായ്ത്താരി പരമ്പരയിൽ അതിഥിയായി എത്തുന്നത് കലാമണ്ഡലം മുരളി അഥവാ വള്ളൂർ മുരളി എന്നറിയപ്പെടുന്ന പ്രശസ്ത ചെണ്ടവാദകനാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരമ്പരയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. അങ്ങ് കുറേ കാലമായി ചെണ്ട വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കേവർക്കും അറിയാം. അപ്പോൾ ഈ കഥകളി ചെണ്ടയോട് അല്ലെങ്കിൽ ചെണ്ടയോട് താല്പര്യം വരാനുണ്ടായ ഒരു വിഷയം എങ്ങനെയാണെന്നൊക്കെ ആസ്വാദകർക്കും അറിയണം എന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ എനിക്ക് ഇങ്ങനൊരു അങ്ങയോട് ഇൻ്റർവ്യൂ നടത്താനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായത്. അപ്പോൾ അങ്ങയുടെ നാട് എവിടെയാണ്? ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ വള്ളൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അവിടെ പാരമ്പര്യമായിട്ടുള്ള ആ ഏരിയയ്ക്കൊരു ഈ പാരമ്പര്യമുള്ള ഒരു ഏരിയയാണോ? നമ്മൾ വെള്ളിനേഴി എന്നൊക്കെ പറയുമ്പോൾ വെള്ളിനേഴിയിലെ മണലിന് പോലും കല ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ മണ്ണിന് പോലും കല ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ വല്ല അത്തരത്തിൽ വളരെയധികം സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ആദ്യ കാലഘട്ടത്തിൽ
പിന്നെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ തുടങ്ങിയ ആൾക്കാർ പാരമ്പര്യമായിട്ട് വല്യച്ഛൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെണ്ട തന്നെയാണോ അവരും? അതുകൂടാതെ ഈ കലാമണ്ഡലത്തിൽ പഠിച്ച ഇപ്പോൾ പിന്നെ ഡാൻസിലുള്ള കലാമണ്ഡലം സുജാത വള്ളൂരാണ് ഉണ്ടായിരുന്നത്. പിന്നെ കഥകളി വേഷം കലാമണ്ഡലം ശിവദാസൻ വള്ളൂരാണ്. പിന്നെ പഞ്ചവാദ്യത്തിൽ ഒരു കലാമണ്ഡലം ദാമോദരൻ, അതും വള്ളൂരാണ്, ഞങ്ങളുടെ ദേശത്ത് തന്നെയാണ്. ഇപ്പോൾ പിന്നെ എൻ്റെ 2 ശിഷ്യന്മാർ ഇപ്പോൾ കലാമണ്ഡലത്തിൽ ചേർന്നിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറേയധികം ആൾക്കാർ കലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കലാകാരന്മാരുടെ നാടാണ് വള്ളൂർ എന്നർത്ഥം. അങ്ങനെ പ്രായേണ പറയാം. എന്താണെന്ന് വെച്ചാൽ കഥകളിക്കും ഒരുപാട് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ കുംഭഭരണി ദിവസം 9 മണിക്ക് വിളക്ക് വെച്ചാൽ വെളുക്കുന്നത് വരെ കഥകളി നടത്തിയിരുന്നൊരു ക്ഷേത്രമാണ്. അവിടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രശസ്തന്മാരും പ്രഗത്ഭന്മാരും വന്ന് കളി നടന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ അച്ഛനും മുത്തച്ഛനൊക്കെ ചെണ്ട തന്നെയായിരുന്നു അതോ മദ്ദളോ അല്ലെങ്കിൽ മറ്റ് വാദ്യ? അച്ഛനും മുത്തച്ഛനൊക്കെ ചെണ്ട തന്നെയായിരുന്നു. അപ്പോൾ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു കൊട്ടായിട്ട് അന്നത്തെ നാടൻ സമ്പ്രദായത്തിൽ. പിന്നെ അച്ഛൻ കൊട്ട് പഠിച്ചിട്ട് അച്ഛൻ പിന്നെ അതിനുശേഷം ഒരു തിരുവേഗപ്പുറ ശങ്കുണ്ണി പൊതുവാൾ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത് അച്ഛൻ പഠിക്കലുണ്ടായിട്ടുണ്ട്. അങ്ങ് പഠനം തുടങ്ങിയത് അവരിൽ നിന്ന് തന്നെയാണോ? ഞാൻ പഠനം തുടങ്ങിയത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഒരു വള്ളൂർ വേണുഗോപാല പണിക്കരുണ്ട്, ജ്യോത്സ്യനാണ്. അദ്ദേഹമാണ് എനിക്ക് തായമ്പക്കൊക്കെ പഠിപ്പിച്ചു തന്നത്. ഈ അച്ഛനും മുത്തച്ഛനും കൊട്ടെന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഈ ചെണ്ട വിഷയം കൈകാര്യം ചെയ്യേണ്ട അവസരങ്ങൾ എന്തായിരുന്നു? അവർക്ക് ഈ ഞങ്ങളുടെ അന്നത്തെ കാലഘട്ടങ്ങളിൽ പിന്നെ ഒരു പ്രധാനമായിട്ടുള്ള ഈ തേർപ്പൂജകൾ, അയ്യപ്പൻ വിളക്ക്, അങ്ങനെ കുറച്ച് ഈ ഒരു എന്താ പറയേണ്ട ഒരു സവർണ അവർണ എന്നുള്ളൊരു വിധാനം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഈ അമ്പലങ്ങളിലുള്ള പിന്നെ വരവ് പൂരങ്ങൾ, പിന്നെ തേർപ്പൂജകൾ, അയ്യപ്പൻ വിളക്കുകൾ, ഇതിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പൂർവികർ കാര്യമായിട്ട് പങ്കെടുത്തിരുന്നു. ആ കാലഘട്ടത്തിൽ അതിനാണുള്ള കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. വള്ളൂർ ഏത് അമ്പലത്തിലായിരുന്നു? വള്ളൂര് ഭഗവതി ക്ഷേത്രത്തിലാണ്. വള്ളൂർ പൂജയുടെ സമയത്ത് കൊട്ടുകയാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു? അന്ന് ആദ്യ കാലഘട്ടത്തിൽ അവിടെ ഒരു ക്ഷേത്രത്തിന് ഒരു ആട്ട് എന്ന് പറഞ്ഞൊരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നേരം വെളുക്കുന്നത് വരെ അതിൻ്റേതായിട്ടുള്ള ഓരോ ആചാരങ്ങളാണ്, ചടങ്ങുകളാണ്, അതിൻ്റെ നൃത്തങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനായിരുന്നു. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എനിക്കൊക്കെ ഓർമ്മ വയ്ക്കുമ്പോൾ അവിടെ ഭരണിവേല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരുന്നത്. അപ്പം ഭരണിവേലയ്ക്ക് ഒരു മാസം ഒരു 27 ദിവസം മുന്നേ ചുറ്റുവിളക്ക് എന്ന് പറഞ്ഞിട്ട് കൂറടും. അതിന് 2 നേരവും പോയിട്ട് പൂജയ്ക്ക് കൊട്ടണം. പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് എഴുന്നള്ളിക്കണം ഒരു 3 പ്രദക്ഷിണം. അത് കഴിഞ്ഞ് ഭരണിവേല ദിവസമാണ് വിശേഷമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും ഉണ്ടാവുക. അന്ന് രാത്രി ഒരു 9 മണിക്ക് ശേഷം തായമ്പകയും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഥകളി അങ്ങനെയാണ് ചെണ്ടയിലേക്ക് വരാനുള്ളൊരു സാധ്യത. പിന്നെ ചെണ്ടയിലേക്ക് 82 കാലഘട്ടത്തിലാണ് കലാമണ്ഡലത്തിലേക്ക് ചേരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അത് 10ാം ക്ലാസ് അല്ല, ഈ അച്ഛനും അമ്മനെ കൊട്ട് പഠിച്ചിരുന്നില്ലേ? 82 തന്നെയാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അച്ഛനിൽ നിന്ന് അരങ്ങേറ്റായിട്ട് ഏട്ടൻ്റെ അടുത്ത് പഠിച്ച്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. ആ സമയത്ത് ഈ ഭരണിവേലയ്ക്ക് പങ്കെടുത്തിരുന്നോ? ചെണ്ട ആ വർഷത്തിൽ പങ്കെടുത്തു. പിന്നീട് കലാമണ്ഡലത്തിൽ ചേരാണ്ടായ ഒരു സാഹചര്യം? 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞ് പാസ്സായപ്പോൾ കോളേജിലേക്കും കൊടുത്തു. ആ സമയത്താണ് കലാമണ്ഡലത്തിലേക്ക് കുട്ടികളെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ പേപ്പറിൽ ഇതേപോലെ കാണുണ്ടായി. അങ്ങനെ അതിന് ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ എന്താണ് കലാമണ്ഡലം എന്ന് പുറത്തുനിന്ന് കേൾക്കുന്ന ഒരു വലിയൊരവസ്ഥ മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ എന്താന്ന് സാധാരണ നിലയ്ക്ക് ഞങ്ങളൊക്കെ കഥകളിക്ക് കൊണ്ടുപോയി കളിച്ചണ്ടെന്നൊക്കെ പറയും അന്നേ. അപ്പോൾ ഈ കഥകളിക്കാരുടെ സാധകം, ആ ചെണ്ടയുടെ ശബ്ദം തന്നെ സാധാരണ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ കലാമണ്ഡലം എന്ന് കേട്ടപ്പോൾ അതിന് ആപ്ലിക്കേഷൻ കൂടി. ഏത് വർഷമായിരുന്നു? 82. എത്ര വർഷം അവിടെ? 4 വർഷത്തെ കോഴ്സ്. 4 വർഷത്തെ. അങ്ങനെ കോളേജിൽ നിന്നും കലാമണ്ഡലത്തിൽ നിന്നും പിന്നെ എടുത്തതായിട്ട് അറിയിപ്പ് കിട്ടി. അപ്പോൾ കുറച്ച് താല്പര്യം
അപ്പോൾ കഥകളിക്കൊട്ടുകാരൻ എന്നുള്ളത് നമ്മൾ അറിയില്ല. കലാമണ്ഡലത്തിൽ ചേരുമ്പോൾ കഥകളിക്കൊട്ട് ആണ് അവിടെ, ചെണ്ട എന്നുള്ളൊരു വിഷയം മാത്രമാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഒരുപാട് തലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഥകളിക്കൊട്ടിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ 82-ലാണ് കലാമണ്ഡലത്തിൽ ജൂണിൽ ചേർന്നത്. അന്ന് കലാമണ്ഡലത്തിൽ പഠിക്കാൻ ചേർന്നല്ലോ 82-ല്. അവിടുത്തെ ഒരു രീതികൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന രീതിയും അതിനു മുമ്പേ അങ്ങ് കൊട്ടു പഠിച്ച ആളാണ്. ഈ നാടൻ രീതികളും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ടോ? വളരെയധികം വ്യത്യാസമുണ്ട് ശരിക്കും. നാടൻ രീതിയിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ആകെ കൈകൊണ്ടും കോലുകൊണ്ടും ഒരു കൊട്ട്, സ്ഥാനങ്ങളില്ല, പറയച്ചൊല്ലിൽ വ്യത്യാസം. ഗണപതി കൈ അടക്കം പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് തരികിട തിത്ത തരികിടത തരികിട തരികിടത തരികിടത ദിഡി കിണ്ണക്ക ഡി തരികിട തരികിടത എന്നാണ്. അതാണ് ആദ്യം പഠിച്ചത്. അങ്ങനെയാണ് വിചാരിച്ചു. പക്ഷേ കലാമണ്ഡലത്തിൽ ചെന്നപ്പോഴാണ് ഗിക്ക നഗണ നഗ ഡിഡുഗ് ഡിഡുഗണ നഗ നഗണ നഗ ഡഗ് നക്ക ഡിഡുഗ് ഡിഡുഗണ നഗ. അപ്പോൾ ഈ കോലിനും ആ കോലിൻ്റെ ശബ്ദത്തിനടക്കം ഈ ചൊല്ലിൽ വായ്ത്താരിയിൽ വ്യത്യാസമുണ്ട്, കയ്യിൻ്റെ ശബ്ദത്തിനും വായ്ത്താരിയിൽ വ്യത്യാസമുണ്ട്. അപ്പം അതാണ് അങ്ങനെ ആ തുടക്കം മുതലേ തന്നെ മാറ്റമുണ്ട്. പാടക കയ്യിൽ മാറ്റങ്ങളുണ്ടായിരുന്നു. തക്കിട്ട തരികിട്ടാന്നറിയില്ല അന്ന്. അപ്പോൾ ഈ കലാമണ്ഡലത്തിലൊരു പഠനത്തിൻ്റെ ചിട്ടയായിട്ടുള്ള പഠനം കൊണ്ടാണ് ഒരു കൊട്ടുകാരനായത് വേണമെങ്കിൽ 100% അങ്ങനെ തന്നെയാണ്. പിന്നെ പ്രഗത്ഭന്മാരായിട്ടുള്ള അതെ. അന്ന് ആരൊക്കെയായിരുന്നു ഗുരുനാഥന്മാർ? അന്ന് കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ, ചന്ദ്രമന്നാടിയാർ ആശാൻ, അച്ചുണ്ണി പൊതുവാളാശാൻ, വാരണാസി മാധവൻ നമ്പൂതിരി ആശാൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ആശാൻ. ഞാൻ ചെന്ന സമയത്ത് പിന്നെ അതിനുശേഷം കലാമണ്ഡലം ബലരാമൻ ആശാൻ, കലാമണ്ഡലം വിജയകൃഷ്ണൻ ആശാൻ, കലാമണ്ഡലം നാരായണൻ നമ്പൂതിരി ആശാൻ. മേള വിഷയത്തിൽ അതിപ്രഗത്ഭരായിട്ടുള്ള ഒരേ അനവധി കലാകാരന്മാരുടെ ശിഷ്യത്വം ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ അങ്ങേക്ക്. അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. കാര്യം ഒരിക്കലും അവര് എല്ലാവരും പ്രശസ്തന്മാരും അതാണ്. അത് അപ്പം അവരുടെ കീഴിലുള്ള പഠനം, അത് പഠനകാലം എങ്ങനെയായിരുന്നു? അതികഠിനമാണോ? പഠനകാലം അന്നത്തെ പ്രായം അനുസരിച്ച് കഠിനമായിരുന്നു. ഇന്നിപ്പോൾ അത് ആലോചിക്കുമ്പോൾ അത്ര വിഷയമല്ല. അന്ന് കളരി കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നത് അച്ചുണ്ണി പൊതുവാളാശാനായിരുന്നു. അച്ചുണ്ണി പൊതുവാളാശാൻ പിന്നെ 3:45 പുലർച്ചെ 3:45 സാധകത്തിന് ബെല്ലടിക്കും. 4 മണിക്ക് സാധകം തുടങ്ങണം. 6:30 വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 8:30 ആദ്യ ക്ലാസ്, 12:30 വരെ. പിന്നെ 2 മണിക്ക് ആദ്യം പിന്നെ സാഹിത്യം, ഒരു ഇളയത് മാഷ് ഈ കഥകളിയുടെ സാഹിത്യം പഠിപ്പിക്കും. അത് കഴിഞ്ഞ് 3:30 പിന്നെ ആദ്യ കളരിയിൽ ക്ലാസ് 5:30 വരെ ഉണ്ടായിരിക്കും. പിന്നെ 7 മണിക്ക് തുടങ്ങിയാൽ 8:15 വരെ. പക്ഷേ അതിലെന്താണെന്ന് വെച്ചാൽ അന്ന് ആശാന്മാരുടെ നിഷ്കർഷയാണ്. അച്ചുണ്ണി പൊതുവാളാശാൻ ചെണ്ടക്കളരിയിൽ സാധകത്തിന് വരും, മദ്ദളക്കളരിയിൽ പിന്നെ നമ്പീശൻകുട്ടി ആശാനാണ്. അപ്പോൾ 4 മണിക്കാണ് കൃത്യമായിട്ട് സാധകം തുടങ്ങുക. അപ്പം ഞങ്ങൾ ചെണ്ടക്കാർ അന്ന് ഹോസ്റ്റലിൽ 1-ാം നമ്പർ മുറിയിലും മദ്ദളക്കാർ 8-ാം നമ്പർ മുറിയിലാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വിളിച്ചിട്ടാണ് കളരിയിലേക്ക് എത്തുള്ളൂ. കാരണം എന്താ, ആ സമയം കണക്കാക്കിയിട്ടാണ്. ആ ചെണ്ട സാധകം തുടങ്ങിയിട്ട് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞാണ് മദ്ദളം തുടങ്ങിച്ചാൽ അന്ന് അവർക്ക് അടിയന്തര. മദ്ദളക്കാർക്ക് തുടങ്ങിയിട്ടാണ് ഞങ്ങൾ കുറച്ച് വൈകിച്ചാൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു. ഒരേ സമയത്ത് തുടങ്ങണം, ഒരേ സമയത്ത്, അങ്ങനെ അത്രയും കൃത്യമായിട്ടാണ് 2 ആശാന്മാരും കൊണ്ടുവരുന്നത്. കളരിയിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു ചെറിയ വിട്ടുവീഴ്ചയും കൂടെ ഇല്ല. കളരിയിൽ മാത്രമല്ല, അച്ചുണ്ണി പൊതുവാളാശാൻ നമ്മളുടെ ജീവിതത്തിനടക്കം ചിട്ട നിൽക്കുന്ന ഒരാളാണ്. ഒരിക്കലും അത് അദ്ദേഹം പിന്നെ എല്ലാ ആശാന്മാരെയും എന്തായാലും നമുക്ക് സ്മരിക്കാതെ, ഒരു ദിവസം പോലും സ്മരിക്കാതെ, 4 കൊല്ലാണ് അഭ്യാസം ഉണ്ടായില്ലെങ്കിലും ഒരു ദിവസം പോലും അവരെ ഒന്നും സ്മരിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ അന്നുള്ള കൂട്ടുകാരൊക്കെ ആരായിരുന്നു അങ്ങയുടെ കൂടെ പഠിച്ച? ഞാനന്ന്
പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത് പനമണ്ണ ശശി, കോട്ടക്കൽ ശശി എന്ന് പറയുന്ന പനമണ്ണ ശശി, പിന്നെ ഞാനും ആയിരുന്നു അച്ചുണ്ണി പുതുളാസിൻ്റെ കളരിയിൽ ഉണ്ടായിരുന്നത്. കൃഷ്ണൻകുട്ടി പുതുളാസിൻ്റെ കളരിയിൽ കൊടുമുണ്ട എന്നുള്ളൊരു മോഹനൻ, പിന്നെ തെക്ക് കന്യാകുമാരി ആ ഭാഗത്തുനിന്നൊരു ഹേമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ നടുവട്ടത്തുനിന്ന് നിത്യാനന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ. ഇങ്ങനെ കുറച്ച് പേരാണ് അന്ന് ഞാൻ 1ാം വർഷമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു തിരുവില്ലാമലുള്ളൊരു ഹരിഹരൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമി, പിന്നെ ഒരു കലാനിലയത്തിൽ ഇപ്പോൾ ഉള്ളൊരു ശിവദാസൻ, പിന്നെ ഒരു സുന്ദരേശൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ സീനിയറായിട്ട് കലാമണ്ഡലം ദേവരാജൻ, പിന്നെ കലാമണ്ഡലം കൃഷ്ണദാസ്, മാർഗി കൃഷ്ണദാസ് എന്നൊക്കെ പറയുന്ന കൃഷ്ണദാസ്, പിന്നെ യശശരീരനായിട്ടുള്ളൊരു രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് മട്ടന്നൂരുള്ള അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു തെക്ക് ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. പിന്നെ 4ാം വർഷമായിട്ട് കലാമണ്ഡലം ശിവദാസൻ എന്ന് പറഞ്ഞിട്ട് വേളമാനൂരുള്ളൊരു ശിവദാസൻ. പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് പോരൂർ കുട്ടേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക, ശങ്കരനാരായണൻ എന്നാണ് കൽക്കട്ടയിലുള്ള അദ്ദേഹം. അവരൊക്കെ ആയിരുന്നു അന്നത്തെ സീനിയറായിട്ടുള്ള ആൾക്കാരും കൂടെ പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ ആയിട്ടുള്ള. ഈ 4 സമയങ്ങളിലായിട്ടാണ് അന്ന് പഠിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ. രാവിലെ 4 മണിക്ക് തുടങ്ങുന്ന രീതിയിൽ വൈകുന്നേരം 8-8:30 വരെയുള്ള, അതിനെക്കുറിച്ച് ഒന്നുകൂടി കൂടുതൽ വിശദീകരിക്കാമോ? രാവിലെ സാധകമാണ്, 4 പാടക കൈകളാണ്. ഓരോ ദിവസം ഓരോ പാടക കൈകൾ. രാവിലെ തക്കിട്ട, പിന്നെ അടുത്ത ദിവസം തരികിട, അതിൻ്റെ അടുത്ത ദിവസം വലം തക്കിട്ട, അതിൻ്റെ അടുത്ത ദിവസം ഇടം തക്കിട്ട. അങ്ങനെയാണ് 4 ദിവസങ്ങളിലായിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു 6-6:15 ആകുമ്പോൾ അത് ഏകദേശം സാധകം കഴിഞ്ഞാൽ പിന്നെ അതിനോട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം ആ സമയത്ത് കൊട്ടിക്കുമായിരുന്നു. അങ്ങനെ രാവിലത്തെ സാധകം കഴിഞ്ഞ് പിന്നെ 8:30 ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ ആദ്യം 2 തായമ്പക, ചെണ്ടയിൽ അടിസ്ഥാനപരമായിട്ടുള്ള തായമ്പക, ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞ തായമ്പകയല്ല, അടിസ്ഥാനപരമായിട്ടൊരു തായമ്പകയുടെ എല്ലാ വശങ്ങളും. അത് വളരെ നിഷ്കർഷയാണത് ആശാന്മാർ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശബ്ദങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഒരു ലേശം അങ്ങോട്ടോ മാറി നിന്നാൽ പിന്നെ നടി കിട്ടും. അപ്പോൾ അത് അത്രയും കൃത്യമായിട്ടായിരുന്നു. അപ്പോൾ 2 തായമ്പക കൊട്ടണം. അത് കഴിഞ്ഞ് ആദ്യത്തെ 1ാമത്തെ വർഷത്തിൽ പുറപ്പാട്, മേളപ്പദം, തായമ്പക, പുറപ്പാട്, മേളപ്പദം, പിന്നെ ചെറിയ കലാശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം പഠിപ്പിച്ചത്. പകുതി പുറപ്പാട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് 1ാം വർഷത്തിൽ പഠിപ്പിച്ചത്. പിന്നെ അത് 12:30 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 മണിക്ക് സാഹിത്യം, കഥകളി സാഹിത്യം. ഒരു ഇളയത് മാഷുണ്ടായിരുന്നു, അദ്ദേഹം സംസ്കൃതത്തിലെ അഗാധ പണ്ഡിതൻ. സാഹിത്യം എന്താ ഈ കഥകളിയായിട്ട് കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? കഥകളി ഒരു പിന്നെ ഓരോ കഥകളി ശ്ലോകങ്ങൾ, അതിൻ്റെ സംസ്കൃതത്തിലെ അർത്ഥങ്ങൾ, സന്ദർഭങ്ങൾ, അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സാഹിത്യങ്ങൾ, അത് കൃത്യമായിട്ട് അത് അറിഞ്ഞാലാണ് നമുക്ക് അന്ന് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ശ്ലോകങ്ങളൊക്കെ ഇപ്പോൾ കേട്ടിട്ടുണ്ട്. പിന്നെ രാംടി ആശാനൊക്കെ ഒരു ചൊല്ലിയാട്ടം നടത്തുന്ന സമയത്ത് ആശാൻ്റെ കളരിയിലൊന്നും എനിക്കൊന്നും കൊണ്ടു വന്നില്ല, പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പിന്നെ ശ്ലോകത്തിൻ്റെ ആദ്യ വരി മാത്രമാണ് അത്ര പറയുള്ളൂ. എന്താണ് ചൊല്ലി ആടുന്നത് എന്നല്ല പറയാം. മറ്റുള്ള ആശാന്മാരൊക്കെ അല്ലാത്ത രീതിയിൽ പറയുമ്പോൾ അദ്ദേഹം അപ്പോൾ സാഹിത്യം കൃത്യമായിട്ട് അറിഞ്ഞാലേ ആണത് ചെണ്ടയിൽ പ്രയോഗിക്കാൻ പറ്റും. അതെ, അല്ലെങ്കിൽ അദ്ദേഹം ഏത് ഭാഗം സ്ത്രീ വേഷമാണോ പുരുഷ വേഷമാണോ എന്നറിയില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അത് സാഹിത്യം ഒരു പ്രാധാന്യം തന്നെയാണ്. പിന്നെ ഈ മലയാളവും സംസ്കൃതവും ചേർന്നതാണല്ലോ പദങ്ങളിൽ മിക്കവാറും. അപ്പം അതിൻ്റെയൊക്കെ ഒരു പൂർണ്ണത നമുക്ക് അർത്ഥം തന്നെ അറിയാം. സാഹിത്യം വലിയ പ്രാധാന്യമുണ്ട്. അതിനുശേഷം പിന്നെ ചെന്ന് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള വട്ടം വെച്ച് കലാശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 3 മണിക്ക് ശേഷം ക്ലാസ് എടുക്കും. രാത്രി ആട്ടങ്ങൾ, ഓരോ കഥയുടെ ആട്ടങ്ങൾ പറയിക്കും.
പിന്നെ അതിന് കൊട്ടുന്നത്, അതിലെവിടെയെങ്കിലും ഇപ്പോൾ പ്രത്യേകത ഉണ്ടെങ്കിൽ അതവിടെ ആ ഭാഗങ്ങൾ കൊട്ടിക്കുക, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അങ്ങയുടെ അരങ്ങേറ്റമൊക്കെ ഏത് സമയത്തായിരുന്നു? 2ാം വർഷത്തിൽ 83 ആഗസ്റ്റ് 10. അത് നാട്ടിലായിരുന്നോ അതോ കലാമണ്ഡലത്തിൽ തന്നെയാണ്? അല്ല, ആദ്യം നാട്ടിൽ ഒരു തായമ്പകയുടെ അരങ്ങേറ്റം കാവിൽ. അത് കലാമണ്ഡലത്തിൽ ചേരുന്നതിന് മുൻപായി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അത് കഴിഞ്ഞ് പിന്നീട് 83 ആഗസ്റ്റ് 15 കലാമണ്ഡലത്തിൽ വെച്ചിട്ട് പുറപ്പാടും മേളപ്പദവും ഉണ്ടായിരുന്നു. ഒന്ന് പിന്നെ ആ സമയത്ത് മന്നാടിയാരാശാനും ചന്ദ്രമന്നാടിയാരാശാനും വാരണാസി ആശാനുമാണ് ഉണ്ടായി. അച്ചുണ്ണി പോളാശാൻ പുറത്ത് വിദേശത്ത് യാത്ര പോയ സമയത്തായിരുന്നു. ഈ കുറേ ശ്രേഷ്ഠന്മാരായിട്ടുള്ള കുറേ കലാകാരന്മാരുടെ ശിഷ്യത്വം ഉണ്ടല്ലോ അങ്ങേക്ക്. അതിൽ ഇപ്പം ഇവരെല്ലാവരും പഠിപ്പിച്ചിരുന്നോ? പ്രധാനമായിട്ട് സാധാരണ നിലയ്ക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അച്ചുണ്ണി പോളാശാനാണ് കാര്യമായിട്ട് ആ കളരി കളരിയിലുണ്ടാവുക. അല്ല, അപ്പോൾ ആശാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മന്നാടി ആശാൻ ഉണ്ടാവും കളരിയിൽ, പക്ഷെ എല്ലാ കാര്യം ശ്രദ്ധിക്കുന്നതാവും. അപ്പോൾ ആശാൻ അവിടെ ഇല്ലെങ്കിൽ മന്നാടി ആശാൻ വന്നിട്ട് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കും. പിന്നെ ഇവിടെ 2 ആശാന്മാരും ഇല്ലെങ്കിൽ മറ്റുള്ള ആശാന്മാർ, അതല്ലെങ്കിൽ ചിലപ്പോൾ കൃഷ്ണൻകുട്ടി പോളാശാൻ്റെ കളരിയിലേക്ക് പറഞ്ഞയക്കുക. അങ്ങനെയൊക്കെ എല്ലാ ആശാന്മാരും ഒരു പരിധിവരെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഉണ്ട്. നേരിട്ടോ അല്ലാതെയോ എല്ലാ ആശാന്മാരും അത് അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ. അന്നൊക്കെ ഈ ചൊല്ലിയാട്ടത്തിനും കുറെ കൂടി ഉണ്ടാവില്ലേ? അതേത് സമയത്താ? അത് 2ാം അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കാര്യമായിട്ട് ചൊല്ലിയാട്ടം. മറ്റേത് പുറപ്പാടിന് മാത്രമാണ് പറഞ്ഞയക്കുക. അരങ്ങേറ്റം വരയ്ക്ക് പുറപ്പാട് തുടങ്ങിയിട്ടാണ് അത് ചൊല്ലിയാട്ടം ഉണ്ടാവുക. അപ്പോൾ ഈ അരങ്ങേറ്റം വേണമല്ലോ എന്നുള്ള നിലയ്ക്ക് പുറപ്പാട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കും. പിന്നെ 2ാം വർഷം മുതൽ ചൊല്ലിയാട്ടത്തിന്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറേ അധികം കുട്ടികളുണ്ടാവും, അതാണ് അധികം കളരികളും ഉണ്ടായിരുന്നില്ല. ഇപ്പം ചൊല്ലിയാട്ടത്തിനൊക്കെ അവസരങ്ങൾ ആ കാലഘട്ടത്തിൽ വളരെ. അങ്ങയുടെ ചൊല്ലിയാട്ടക്കളരി ആരുടെ നേതൃത്വത്തിലായിരുന്നു അന്നൊക്കെ? അന്ന് പിന്നെ വിജയാശാന്റെ കളരി ഉണ്ടായിരുന്നു, വാഴയങ്കള. പിന്നെ സുബ്രഹ്മണ്യാശാന്റെ കളരി, അതിലൊക്കെയാണ് ഞങ്ങൾക്ക് പോവാനുള്ളത്. പിന്നെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് വാസുആശാന്റെ കളരി ഉണ്ടാവും, ഗോപിയാശാന്റെ കളരി ഉണ്ടാവും, വാസു പിഷാരടി ഗോപിയാശാൻ. പിന്നെ എന്നെ അവിടുന്ന് പിന്നെ തെക്കൻ കളരി വടക്കൻ കളരി എന്ന് പറഞ്ഞ 2 ചിട്ടയിലുണ്ടായിരുന്നു. അപ്പൊ തെക്കൻ കളരിയിലാണ് എന്നെ അന്ന് എടുത്തിരുന്നത്. അത് ഒരു പരിധി വരെ തെക്കൻ കളരിയിലേക്ക് ചൊല്ലിയാട്ടത്തിന് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് തെക്കൻ കളരിയിലെ ആരും ഉണ്ടായിരുന്നില്ല. ശരി, അധികം എല്ലാവരും വടക്കൻ കളരിക്കാണ് പോകും. അപ്പോൾ തെക്കൻ കളരിക്ക് പോകാനുള്ള സാഹചര്യം അങ്ങനെയാണ്. ഈ ചൊല്ലിയാട്ട സമയത്തും ഗുരുനാഥന്മാർ കൂടെ ഉണ്ടാവുമോ? അങ്ങയുടെ സീനിയർമാരായിട്ടുള്ള കലാകാരന്മാർ? സീനിയർ ആയിട്ടുള്ള അച്ചുണ്ണി പോളാശാനോ മന്നാടി ആശാനോ ഒന്നും ഉണ്ടാവില്ല. ഉണ്ണികൃഷ്ണാശാൻ, പിന്നെ വിജയകൃഷ്ണാശാൻ ശ്രദ്ധിക്കാനായിട്ടൊക്കെ ചൊല്ലിയാട്ട സമയത്ത് അവിടെ ഉണ്ടാവും, നോക്കാനുണ്ടാവും. ഈ തെക്കൻ കളരിയിലാണ് കൂടുതൽ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ തെക്കൻ കളരി വടക്കൻ കളരി അങ്ങനെ 2 ഉണ്ട് എന്നുള്ളൊരു ഇപ്പോഴും നടന്നു പോകുന്നുണ്ടോ തോന്നുന്നു അല്ലേ? എനിക്കറിയില്ല. ഉണ്ട്. അപ്പോൾ ഈ ഇതിൽ കൊട്ടിൽ വ്യത്യാസമുണ്ടോ? അങ്ങേക്ക് എത്ര കണ്ടു അത് അനുഭവം കൊണ്ടുണ്ടോ? അത് എനിക്ക് ആദ്യത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ സ്റ്റൈപ്പൻഡ് വിദ്യാർത്ഥികളായിട്ട് എടുക്കുന്ന, അങ്ങനെയാണ് എന്നെ കലാമണ്ഡലത്തേക്ക് എടുത്തത്. അപ്പോൾ കുറച്ച് 2-3 കുട്ടികൾ വടക്കൻ കളരിയിൽ ഉണ്ടാവും. അപ്പോൾ പിന്നെ വേക്കൻസി ഉള്ളത് തെക്കൻ കളരിയിലാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ പ്രാധാന്യം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ ഈ പട്ടാമ്പിയുള്ള ഒരിക്കലും തെക്കൻ കളരിയിൽ വരാൻ സാധ്യതയില്ല. ആ സ്റ്റൈപ്പൻഡിൻ്റെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് അന്ന് അങ്ങനെ തെക്കൻ കളരിയിൽ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വ്യത്യാസങ്ങളുണ്ട്. പുറപ്പാടിലും പിന്നെ കലാശങ്ങളിലും ചിട്ടകളിലൊക്കെ കുറേ അധികം വ്യത്യാസങ്ങളുണ്ട്. ഈ കലാമണ്ഡലത്തിൽ കളിക്കൊട്ട് മാത്രമാണോ അതോ ആ തായമ്പകയുണ്ടെന്ന് പറഞ്ഞു? മേളവിഷയങ്ങളില്ല. മേളവിഷയങ്ങൾ കലാമണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ അത് മേളം. അങ്ങ് ഏത് കാലത്താണ് കലാമണ്ഡലത്തിൽ നിന്ന്? 86. ശരി, 86. അതിനുശേഷം ഈ കഥകളി മേളവിഷയത്തിൽ ധാരാളം കൈകാര്യം ചെയ്യലുണ്ടായോ അതോ? അതിന് ശേഷം നല്ലോണം പരിമിതികളുണ്ടായിരുന്നു. ശരി. കാരണം എന്താ വെച്ചാൽ അന്ന്
ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നല്ലോണം കളിക്കൊന്നും കൂട്ടിയിട്ടുള്ള പ്രാക്ടീസിനുള്ള സാധ്യതകൾ കലാമണ്ഡലത്തിലുള്ള കളിക്കുള്ളതല്ലേ ഉള്ളൂ. പിന്നെ കളികളും അന്ന് വളരെ കുറവായിരുന്നു. അന്ന് ഉണ്ടെങ്കിൽ കഥകളി ഉണ്ടെങ്കിൽ ഒന്ന് കലാമണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ കോട്ടയ്ക്കലിൻ്റെ അങ്ങനെയുള്ളത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കളി കാര്യമായിട്ടില്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കളി വേറെ, കാര്യം വേറെ എന്നുള്ള അവസ്ഥ. അവിടെ തന്നെ ജോലി കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധ്യതയൊന്നും അന്നുണ്ടായിരുന്നില്ല കലാമണ്ഡലത്തിൽ. വളരെ റയറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അല്ല, അവിടെ പഠിച്ച് അവിടെ തന്നെ ജോലിക്ക് കയറുന്ന അനവധി കലാകാരന്മാർ ഉണ്ടല്ലോ. പക്ഷേ വേക്കൻസികൾ അന്ന് വളരെ കുറവായിരുന്നു. ഒരാൾക്ക് ഒരു അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അതൊക്കെ ഓരോ ഈശ്വര നിശ്ചയം, അത്രയാണ് ഭാഗ്യവും ഇതൊക്കെ. പിന്നെ ഇതിന് ശേഷം ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങി. അപ്പം ഇനി വാദ്യക്കാരനായി കഴിഞ്ഞു കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ. കളി ഉണ്ടോയെന്ന് വെച്ചാൽ കളിയില്ല. അപ്പം ഇനി എന്താണെന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് പിന്നെ എന്നാൽ ശരി കൊട്ടിൽ എന്തൊക്കെ വെച്ചാൽ അതൊക്കെ പഠിക്കാന്നുള്ളൊരു അങ്ങനെ ഒരു തോന്നലുണ്ടായി. എന്നിട്ട് എന്താ പിന്നെ തുടക്കം ഉണ്ടായി? പിന്നെ ഞാൻ അത് തൃപ്രങ്ങോട് പരമേശ്വരമാരാര്, അദ്ദേഹം കരിക്കാട് പൂക്കാട്ടിൽ കുട്ടന്മാരാരാശൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ശിഷ്യനായിട്ടുള്ള തൃപ്രങ്ങോട് പരമേശ്വരമാരാരെടുത്ത് ഞാൻ മേളം, തായമ്പകയിലെ മറ്റുള്ള അടന്തക്കൂറ്, പഞ്ചാരിക്കൂറ് അങ്ങനെ തുടങ്ങിയ തായമ്പകയുടെ വിഷയങ്ങൾ, എല്ലാം നടപ്പുള്ള എല്ലാ മേളങ്ങളും അതൊക്കെ പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ച് പോയി. അവിടെ പോയി അത് ഞങ്ങൾ കൊടുമുണ്ടയിൽ വെച്ച് 2-3 മാസം അഭ്യാസം ഉണ്ടായി. വർഷക്കാലത്തിൻ്റെ നടക്കുള്ളൂ. അത് കഴിഞ്ഞ് വട്ടത്താണി പറഞ്ഞൊരു സ്ഥലത്തുണ്ടായി ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ. വിദ്യാഭ്യാസം കുറച്ച് ആൾക്കാർ അതിലുണ്ടായിരുന്നു. അങ്ങനെ കൂടാതെ പിന്നെ ആരൊക്കെയായിരുന്നു? ഇവിടെ കൊടുമുണ്ടയിൽ വെച്ചുണ്ടായിരുന്നത് മോഹനൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങാടിപ്പുറത്തൊരു അടിയന്തരക്കാരനായിട്ടുള്ള ശ്രീവത്സൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. കടവല്ലൂരിലുള്ളൊരു മോഹനൻ. പിന്നെ നടുവട്ടത്ത് ഒരു സോമസുന്ദരൻ, അപ്പുകുട്ടൻ, അങ്ങനെ ഒരു 10-12 ആൾക്കാർ അതിലുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ എല്ലാ മേളങ്ങളും 1-ാം കാലം മുതൽ എല്ലാതും കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നു. അന്ന് നടപ്പുള്ള എല്ലാ മേളങ്ങളും. അതിൽ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ കാര്യമായിട്ട് ഈ കഥകളിയിലുള്ള ഏതൊക്കെ താളങ്ങളാണോ ആ താളങ്ങൾ തന്നെയാണ് ഈ ലോകത്ത് എല്ലാറ്റിലും ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതിൽ നിന്ന് ഒരടി കൂട്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരടി കുറച്ചിട്ട് അങ്ങനെ കണക്ക് കൂട്ടാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. പഞ്ചാരി, ചെമ്പട, അടന്ത, അങ്ങനെ ആ അടിസ്ഥാനപരമായിട്ടുള്ള മേളങ്ങളൊക്കെ അങ്ങനെ തന്നെയുള്ളൂ. അപ്പോൾ അതിൽ ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തർ ഇപ്പോൾ കണ്ടുപിടിക്കുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. പക്ഷെ അതൊക്കെ ചിന്തിച്ച് നോക്കിയാൽ പിന്നെ ഇതിൽ നിന്ന് ഒരടി കൂട്ടുന്നു അല്ലെങ്കിൽ ഒരടി കുറയ്ക്കുന്നു എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് യാതൊരു അവസ്ഥയില്ല. ഇതൊന്നും ബേസ് ചെയ്യാതെയാണ് ഒരു മേളം വരുന്നതെന്ന് വെച്ചാൽ വിമർശിക്കല്ല. ഇത് ഈ നടപ്പുള്ള മേളങ്ങളിൽ നിന്ന് ഒരു ബേസും ഇല്ലാതെയാണ് ഒരു മേളം വരുന്നത് വെച്ചാൽ നമുക്കതൊരു കൂടി കണ്ടുപിടുത്തമായിട്ട് കണക്കാക്കാം. സ്വീകാര്യമേളം നമുക്കത് കാരണം എന്താ വെച്ചാൽ ഈ അടിസ്ഥാന താളങ്ങളോ മറ്റുള്ളതോ ഒന്നുമല്ല. ഇപ്പം പാണ്ടിമേളം ആണെങ്കിലും അത് ഇതിൻ്റെ ഒരു ബേസും അല്ല. ബാക്കിയുള്ളതൊക്കെ ഒരു 2 അക്ഷരം തള്ളി അല്ലെങ്കിൽ 3 അക്ഷരം തള്ളി. പക്ഷേ അപ്പം അതൊക്കെ തള്ളുന്നാണ് തള്ളുന്നത്. ഒന്നുകിൽ ചെമ്പടേന്ന് തള്ളും, അല്ലെങ്കിൽ അടന്തേന്ന് തള്ളും, അല്ലെങ്കിൽ പഞ്ചാരിന്ന് തള്ളും. ഈ കഥകളിക്കൊട്ട് പഠിക്കൊണ്ട് ഇപ്പോൾ ഈ മേളത്തിലേക്ക് വളരെയധികം അങ്ങനെ സഹായിച്ചിട്ടുണ്ടാവില്ലേ കലാമണ്ഡലത്തിലെ പഠനം കൊണ്ട്? ഈ താളബോധം, അടിയുറച്ച താളബോധം ഉണ്ടാവാൻ വളരെയധികം. അപ്പോൾ എന്ത് കൊട്ടാണെങ്കിലും അത് ഏത് താളത്തിലാണ് ഉൾപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെയധികം ഏറ്റവും ബേസ് അതാണ്. ഈ തൃപ്രങ്ങോട് പരമേശ്വരമാരാരുടെ നേതൃത്വത്തിൽ ശിഷ്യത്വത്തിൽ പഠിച്ചതിന് ശേഷം ധാരാളം മേളങ്ങൾക്കും ധാരാളം പോയിരുന്നു. മേളങ്ങൾക്കും ധാരാളം സാധ്യതകളുണ്ടായിരുന്നു. പക്ഷെ അതിലും ഉണ്ട് പറയുകയാണെങ്കിൽ 2 തരം സാധ്യതകളാണ്. ഈ പിന്നെ കഥകളിയിൽ ഒരു തരത്തിൽ സ്വാതന്ത്ര്യം കുറവാണ്. അതെ, ചെണ്ടക്കാരന്, വാദ്യക്കാരന്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതും കഥകളിയിലാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കഥകളി ചെണ്ടക്കാരന് ഏത് അമ്പലത്തിലെ സ്റ്റേജിലും പോയിട്ട് കൊട്ടാം.
നേരെ മറിച്ച് മറ്റ് ഇതിൽ സ്വാതന്ത്ര്യമുണ്ട്. പുറത്തുള്ള മേളത്തിനും തായമ്പകയ്ക്കും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ കൊട്ടാനുള്ള സ്ഥലങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, കുറവായിരുന്നു. അത് നമ്മുടെ ഒരു വ്യവസ്ഥിതിയാണ്. വലിയൊരു സാമൂഹികമായിട്ടുള്ള നമ്മൾ ഒരുപാട് ആൾക്കാർ അത് അനുഭവിച്ചു വരുന്ന ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഹൈദരാലി ആശാനെ പോലുള്ളവരൊക്കെ അത് ധാരാളം, കലാമുള്ള ഹൈദരാലി ആശാനെ പോലുള്ളവരൊക്കെ അത് ധാരാളം അനുഭവിച്ചിട്ടുണ്ടെന്ന്, ഈ രീതിയിലല്ല വേറൊരു രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേൾക്കില്ല, നമ്മൾ കണ്ടനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതെന്താ വെച്ചാൽ ഒരു മേളം അല്ലെങ്കിൽ ഒരു തായമ്പകം നമുക്ക് ആഗ്രഹമുള്ള സ്ഥലമാണെങ്കിലും നമുക്കത് നമ്മളുടെ ആ ഒരു ജനനത്തിന്റെ പേരിൽ നമുക്ക് മാറ്റി നിർത്തപ്പെടുക. പക്ഷെ നാട്ടിലൊക്കെ ധാരാളം പറ്റുമായിരുന്നില്ലേ? നാട്ടിലൊക്കെ ധാരാളം മേളങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ, അല്ലാത്ത രീതിയിലുള്ള മേളങ്ങള് പിന്നെ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് പിന്നെ കുറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ അത് മേളം നയിക്കാൻ തന്നെ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ തിരുനാവായ, തൃപ്രങ്ങോട്, പിന്നെ കോഴിക്കോട് തളി, പിന്നെ മണ്ണാർക്കാട് പൂരത്തിന്, അങ്ങനെ കുറേ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ആലത്തൂർ ഹനുമാൻകാവ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ മേളം നയിക്കാൻ തന്നെ. അതൊക്കെ ഒന്നും നമ്മളുടെ കേമത്തായിട്ട് ഞാൻ ഇതേവരെ എടുത്തിട്ടില്ല. അതൊക്കെ നമ്മളുടെ ഗുരുനാഥന്മാരുടെ ഒരു അനുഗ്രഹം മാത്രമാണ്. കാര്യം എന്ന് വെച്ചാൽ എവിടെയും അതായത് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ജീവിതത്തിന് ഓരോരുത്തർക്കും പല വിഷയങ്ങളുണ്ടെങ്കിലും ഈ കലാമണ്ഡലത്തിൽ പഠിച്ച് ഇറങ്ങിയ ഒരാളും ഏതെങ്കിലും ഒരു തരത്തിൽ ആശാന്മാർക്ക് ദക്ഷിണ ഇറങ്ങിയ ഒരാളും ഒരു തരത്തിൽ ജീവിതത്തിലൊരു വിഷമം എന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് അറിയുന്ന ഒരുവിധം ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ അറിയുന്ന എല്ലാവരും എന്ന് പറയാം. ഈ കളിക്കൊട്ട് പഠിച്ചതിന് ശേഷം കുറെ ധാരാളം കളികൾ കണ്ടിരുന്നോ? കളികളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, കാണാൻ ധാരാളം കാണാനും പിന്നെ കളി ശരിക്കും പഠിക്കുന്ന കാലത്താണ് കൂടുതൽ. അല്ല, കൂടുതൽ കളി കണ്ടാലല്ലേ കൊട്ടുകാർക്ക് കൂടുതൽ ഗുണം ചെയ്യില്ലേ? പ്രത്യേകിച്ച് ആശാന്മാരുടെ കൊട്ടില് വളരെയധികം ഗുണം ചെയ്യും. പക്ഷേ പിന്നെ പ്രാക്ടീസ് തന്നെ വേണം. അത് പിന്നെ നമുക്ക് ആൾറെഡി പഠിച്ചിറങ്ങി കഴിഞ്ഞല്ലോ. അതിനുശേഷം ഈ ഗോപി ആശാൻ്റെയും ഗോപി ആശാൻ്റെ അങ്ങനെയുള്ളവരെ എന്നല്ല, അവിടുന്ന് ഇങ്ങോട്ട് ആ തലമുറ മുതലുള്ള ഇന്നുള്ളവരുടെയൊക്കെ കളി കാണുമ്പോൾ കൊട്ടിനും അത് ധാരാളം ഉപകരിക്കില്ലേ? കൊട്ടുകാർക്കും തീർച്ചയായിട്ടും നന്നായിട്ട് ഉപകരിക്കുന്നതാണ്. മേള വിഷയത്തിൽ തൃപ്രങ്ങോട് പരമേശ്വരന്മാരാണല്ലോ അങ്ങയുടെ ഗുരുനാഥൻ. അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? അദ്ദേഹം അതികേമനാണ്, അതിപ്രഗത്ഭനാണ്. ഈ വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് അങ്ങത് പറയുമ്പോൾ ആസ്വാദകർക്ക് അത് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റും. അദ്ദേഹത്തിന് പിന്നെ ഏതവസ്ഥയിലാണ് ഒരു ഗുരുനാഥൻ എന്നുള്ള അവസ്ഥയിൽ മാത്രം കണ്ടാൽ മതിയോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ കലാമണ്ഡലത്തിൽ പഠിച്ച് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കോട്ടക്കൽ കുട്ടന്മാരാശാൻ്റെ അടുത്തും കൃഷ്ണൻകുട്ടി ആശാൻ്റെ അടുത്തും പിന്നെ പൂക്കാട്ടിരി ദിവാകരപ്പുകാൾ, കരിക്കാടപ്പുമാരാർ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും, പിന്നെ തിമല പഞ്ചവാദ്യം പഠിച്ചിട്ടുണ്ട്. പിന്നെ അടിയന്തര ചടങ്ങുകൾ എല്ലാം ക്ഷേത്രാചാരങ്ങൾ മുഴുവൻ അറിയുന്നു. കാണാപ്പാടം നന്നായിട്ട് പാണി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തുള്ള ആൾക്കാർ നമ്മളൊരു തായമ്പക നന്നായി കൊട്ടാൻ വേണ്ടി പഠിക്കാൻ പോയെങ്കിൽ അവർ നമ്മൾക്കൊരു തായമ്പക പഠിപ്പിക്കും, അവർ കൊട്ടുന്നത് വേറെ ശൈലിയാവും. പക്ഷെ അദ്ദേഹം ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന തായമ്പക അദ്ദേഹം എന്താണോ കൊട്ടി നടക്കുന്നത് ആ കൊട്ടുന്നതാണ് പഠിപ്പിക്കുക. പിന്നെ ഈ പരിപാടികൾക്ക് ഈ വിവേചനമില്ലാതെ അദ്ദേഹത്തിനോട് മറ്റുള്ള ആൾക്കാർ നിഷ്കർഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിട്ട് പിന്നെ മേളം കൊട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം ഒരു ബസ് ആക്സിഡൻ്റ് ഉണ്ടായി. ആ ബസ് 2 പ്രാവശ്യം മറിഞ്ഞു. അങ്ങനെ എൻ്റെ വലത്ത് കൈ ഇവിടുന്ന് പോന്നു, മുഴുവനായിട്ട് ഊരി പോന്നു. അതിനുശേഷം അത് ഡോക്ടറെ അടുത്തൊക്കെ പോയി. ഇപ്പോൾ വെയിറ്റ് ഉള്ളതൊന്നും എടുക്കാൻ പാടില്ല, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിബന്ധനകൾ വെച്ചു. അപ്പോൾ ഞാനെൻ്റെ
ഇനി കൊട്ട് എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല എന്ന് തന്നെ ഏകദേശം തീരുമാനിച്ചു. എന്നുവെച്ചാൽ വലത്ത് കൈ തന്നെയാണ്. അപ്പോൾ അത് വേണ്ട, അങ്ങനെയുള്ള അവസ്ഥയിലെത്തിയ സമയത്ത് അത് സംഭവിച്ചത് പിന്നെ ആ കൊല്ലത്തെ വേനൽ സീസണിലെ ലാസ്റ്റ് കൊട്ടും കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് അത് സംഭവിച്ചത്. പിന്നെ ആ വർഷക്കാലത്ത് കുറച്ച് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ കൈ വളരെ ശ്രദ്ധിക്കണം, ഇനി ഒരിക്കൽ കൂടെ പോന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോരുന്നൊരു വിഷയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കൊട്ടാനൊന്നും പോകണില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് പോയി ഗുരുനാഥൻ പരമേശ്വരമാരാർ, അദ്ദേഹത്തിന് ചുമതലകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഈ കൊട്ടാൻ വരുന്നില്ല. പറഞ്ഞു എന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മുരളി അവിടെ, ആശാൻ പറഞ്ഞത് എന്നോട്, മുരളി അവിടെ വരിക, വയ്ക്കുന്ന മാതിരി അവിടെ നിന്നാൽ മതി, കൊട്ടണ്ട, കൂട്ടത്തിൽ നിന്നാൽ മതി, എന്നാലും ഇതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അദ്ദേഹം നിർബന്ധമായിട്ട് എന്നെ പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോയിട്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ കാണുമ്പോൾ നമുക്കിങ്ങനെ കുറേശ്ശെ കൊട്ടാനുള്ള താല്പര്യം ഉണ്ടാവും. അങ്ങനെ കുറേശ്ശെ അല്ല അടുത്ത സീസണിൽ നിന്ന് അദ്ദേഹം എന്നെ നിർബന്ധമായിട്ട് കൊണ്ടുപോയി. അത് കൊണ്ടുപോയിട്ട് പിന്നെ കുട്ടിയും കൊണ്ട് കൊട്ടാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേശ്ശെ കൊട്ടാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് ചോദിക്കും. അങ്ങനെ വളരെ ഇതായിട്ട് രണ്ടാമത് അദ്ദേഹമാണ് ഇതിലേക്ക് ഇറക്കിയത്. അപ്പോൾ ആ ആക്സിഡൻറ്റിന് ശേഷമാണ് നമുക്ക് ഇതെന്താണ് നമ്മളുടെ ശരിക്കുള്ള ഒരു ആത്മീയ തലത്തിലേക്ക് കുറച്ചും കൂടെ കൂടുതൽ മാനസികമായിട്ട് നമുക്ക് മാറ്റം വരുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ, എവിടെ എത്തിക്കഴിഞ്ഞാലും അവസാനം ഒരു ചെറിയൊരു വിഷയം അങ്ങനെയാണ്. അതിന് ശേഷം എനിക്ക് 1-2 അനുഭവങ്ങൾ. ഒരു ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ അന്ന് കൊട്ടാൻ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളെല്ലാവരുമായിട്ടും അത്ര ഇതുണ്ടോ അതൊന്നും നമുക്കറിയില്ല. കൊട്ടുന്നുണ്ട്. ഈ കലാമണ്ഡലത്തിൽ പഠിപ്പിച്ചതിന് ശേഷമാണല്ലോ തൃപ്രങ്ങോടിൻ്റെ അടുത്ത് പഠനം ഉണ്ടായേ. ആ പഠന രീതികൾക്ക് വ്യത്യാസങ്ങളുണ്ടോ? സമയം കൊണ്ടോ ചിട്ടകൾ കൊണ്ടോ? അല്ല അത് സമയത്തിന് അങ്ങനെയല്ല. ഞങ്ങൾ ഗുരുകുല വിദ്യാഭ്യാസം പോലെ ഒന്നുകൂടെ സാധകം അതേപോലെ തന്നെ ചെയ്തിരുന്നു രാവിലെ. അതിൽ പഠനത്തിൽ ആരൊക്കെയായിരുന്നു കൂടെ? ഇവിടെ കൊടുമുണ്ട മോഹനൻ എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം രാവിലെ സാധകം ഇവരെയൊക്കെ ഇദ്ദേഹം കൂടെ കൊണ്ടുപോയിരുന്നു. എല്ലാ ശിഷ്യന്മാരെ എല്ലാവരും പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള എല്ലാ സ്ഥലത്തും മറ്റുള്ള ആൾക്കാരെ കൊണ്ടു കുട്ടിക്കുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അല്ല ആ കാലത്തൊക്കെ കുറച്ച് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കാരണം അങ്ങേക്ക് അങ്ങനത്തെ ദുരനുഭവങ്ങളുണ്ടോ? ദുരനുഭവം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ വയ്യ. ഞാനൊരിക്കൽ പിന്നെ ഒരു അമ്പലത്തിൽ അപ്പം അത് ആ അമ്പലത്തിൽ കൊട്ടാൻ പോയി. ആ വർഷം പിന്നെ ഒരു പ്രശസ്തനായിട്ടുള്ളൊരു മാരാരുടെ ടീമിലാണെന്ന് പോയത്. ആ പ്രാവശ്യം ഞാനത് കൊട്ടി കൊട്ട കഴിഞ്ഞ് പോന്നു. അടുത്ത വർഷം ഒരു പ്രശസ്തിയൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മാരാര് അവിടുത്തെ ചുമതല എടുത്തു. അതിന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയി. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ ഇവര് മാരാരല്ല കൊട്ടാൻ വന്നിരിക്കുന്ന ആൾക്കാർ എന്നൊരു പ്രശ്നങ്ങളായി. അങ്ങനെ ഞങ്ങളോട് അവിടെ കൊട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അന്ന് എന്താ വെച്ചാൽ ഈ അഭിമാന പ്രശ്നം എന്തായാലും അവർ പറഞ്ഞ നമുക്ക് ഇന്നാണെങ്കിൽ ഇപ്പോൾ അതിനെ പ്രതികരിക്കാം. അന്നിപ്പോൾ അതൊന്നും അറിയില്ല, വളരെ ചെറിയ പ്രായമാണ്. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളും കാര്യങ്ങളും ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. ആ ഊണിൻ്റെ പൈസ തൃപ്പടിയിൽ വെച്ചിട്ട് അവർ പറഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നടന്നു. അങ്ങനെ കുറേ ദുരനുഭവങ്ങൾ. കാര്യം അതിൻ്റെ തലേ കൊല്ലം കൊട്ടിയിട്ട് ആ ദേവന്റെ ചൈതന്യം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഒരു ശബ്ദം കൊണ്ട് അതിനൊരു നിയമവും ഒരു പ്രമാണവും ഇല്ല. പിന്നെ അപ്പൊ അങ്ങനെ അത് മാത്രം പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത് അത് ഒരു പക്ഷേ
ആയിരിക്കാം, അല്ലെങ്കിൽ അതിലെവിടെയോ ആ ഒരു കാലത്തിൻ്റെയാവും കാലഘട്ടത്തിൻ്റെ ആവും. അപ്പോൾ ഈ ഫീൽഡിൽ ഈ വിഷയത്തിൽ മാത്രമല്ലല്ലോ. അതെ. പിന്നെ ഇതിൽ ഞാനിപ്പോൾ വിട്ടുപോയത്, ഞാൻ നേരത്തെ പറയാൻ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മളെ ആരും അറിയില്ല, സാധാരണ ഒരു കൊട്ടുകാരൻ എന്നുള്ള നിലയ്ക്കൊക്കെ നടക്കുന്നത്. ആ സമയത്ത് ഞാൻ ഇതൊക്കെ പിന്നെ കയ്യ് കുറച്ച് ക്ലിയറായി. ഇപ്പോൾ അങ്ങനെ ആമയൂര് എന്താണ് എൻ്റെ റോഡ് ടൗണ്. അപ്പോൾ ആമയൂർക്ക് ഒരു ദിവസം പോകുമ്പോൾ ഒരു മാരുതി കാറ് അപ്പുറത്ത് വന്ന് നിർത്തുന്ന കണ്ടു, കുറച്ചപ്പുറത്ത്. എന്നിട്ട് നോക്കുമ്പോൾ തല പുറത്തേക്ക് ഒരാൾ തല ഇട്ടു. അപ്പോൾ നോക്കുമ്പോൾ ശങ്കരേട്ടനാണ്, മട്ടന്നൂർ. അപ്പോൾ അദ്ദേഹം പിന്നെ ഞാൻ വേഗം അവിടേക്ക് ചെന്നു. എന്താ മുരളി പറ്റിയത്, എന്തൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ശരിക്കും അദ്ദേഹത്തിന് എന്നെ നോക്കേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. അപ്പം ഞാനെന്താ വെച്ചാൽ ഒരു ചെറിയ രീതിയിലുള്ള കൊട്ടാൻ നടക്കണമെന്നുള്ള ആളേ ഉള്ളൂ. അപ്പം ശങ്കരേട്ടൻ അന്ന് പ്രശസ്തിയിൽ നിൽക്കുന്ന, അന്നല്ല ഇന്നും, അതെ അന്നേ പ്രശസ്തിയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. അത് കണ്ട് നിർത്തി സംസാരിച്ചു എല്ലാ കാര്യങ്ങളും. നമുക്കതൊരു ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ പിന്നെയും കൊട്ടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുക. കാരണം അവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ഒപ്പം കൊട്ടുന്നില്ലെങ്കിലും അറിയില്ലെങ്കിലും അറിയുന്നുണ്ട്. അപ്പോൾ ആ അറിയുന്നത് നമുക്കൊരു പ്രചോദനമായിട്ട്, അതൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്.